ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാട്ടോ. ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുന്നവരെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ആട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞാനും ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് എനിക്ക് സാധനങ്ങൾ കൊണ്ടുവന്നത്. അപ്പം ഞാൻ കൊണ്ടുവന്നതിൽ വെച്ച് എനിക്ക് മിസ്സായി പോയത് അല്ലെങ്കിൽ കൊണ്ടുവരണ്ടായിരുന്നു എന്ന് തോന്നിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ മൊത്തം കാണാൻ നോക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ഡോക്യുമെന്റ്സ്, അതായത് പാസ്പോർട്ട്, നിങ്ങളുടെ എൻറോൾമെന്റ് ഫയൽ, മാസ്റ്റേഴ്സിന് വേണ്ടി വരുന്ന ഒരാളുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അപ്പം വേണ്ടത്ര ഡോക്യുമെന്റ്സ്, എൻറോൾമെന്റ് പേപ്പേഴ്സ്, ബ്ലോക്ക് അക്കൗണ്ട് പേപ്പേഴ്സ്, ഇൻഷുറൻസിന്റെ പേപ്പേഴ്സ്, അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, ഇത്രയും സാധനങ്ങൾ നിങ്ങളൊരു ഫയലിലാക്കി സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരണം. ഇതിൻ്റെയൊക്കെ ഒരു മിനിമം ഒരു 3 കോപ്പിയെങ്കിലും കയ്യിൽ വെക്കുക. എല്ലാവരും പറയും 10-15 കോപ്പിയൊക്കെ വേണമെന്ന്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് പ്രിന്റ് എടുക്കാനും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. സോ എല്ലാത്തിൻ്റെയും ഒരു 3 കോപ്പീസ് വീതം, മാക്സിമം ഒരു 5, അതിൽ കൂടുതൽ എന്തായാലും കൊണ്ടുവരണ്ട. കാരണം ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പേപ്പർ വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അധികം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഈ എൻറോൾമെന്റ് പേപ്പർ, പാസ്പോർട്ട്, അതുപോലെ ബ്ലോക്ക് അക്കൗണ്ട്, ഇതൊക്കെ ഒരു സെപ്പറേറ്റ് ഫയലിലാക്കിയിട്ട്, അതായത് നിങ്ങളുടെ പെട്ടിയിലാക്കാതെ, അതായത് നമ്മളിവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ അത് ആവശ്യം വരും. സോ അവരെ കാണിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് ഇമിഗ്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ആവശ്യം വരും. സോ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അതൊക്കെ നിങ്ങളൊരു സെപ്പറേറ്റ് ഫയലിലാക്കി തന്നെ സൂക്ഷിക്കുക. ഇനി മണി, അതായത് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പം കുറച്ച് യൂറോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക. കുറച്ച് പൈസ യൂറോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ട്രാവൽ കാർഡ്സ് ഒക്കെ യൂസ്ഫുൾ ആണ്. അതായത് ഞാൻ യൂസ് ചെയ്തത് നിയോ. ഞാൻ വിസ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് നിയോയുടെ അക്കൗണ്ടും നിയോ കാർഡും. അപ്പം നമ്മൾ അതിൽ അക്കൗണ്ടിൽ ഇന്ത്യൻ റുപ്പീസ് ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിവിടെ യൂറോസ് ആയിട്ട് സൂപ്പർ മാർക്കറ്റ്സിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇഷ്ടംപോലെ ഇന്റർനാഷണൽ കാർഡ്സ് ഉണ്ട്. സോ കുറച്ച് ക്യാഷ് ആയിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ച് കാർഡിൽ കൊണ്ടുപോകുക. ഇനി കാർഡിൽ കൊണ്ടുവന്നാൽ തന്നെ കുറച്ച് എമൗണ്ട് നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവരിക. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു 50,000 അടുത്ത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ബ്ലോക്ക് അക്കൗണ്ട് അത് ആക്ടിവേറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. സോ അതുവരെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ളത് ഈ ഒരു എമൗണ്ട് വെച്ചിട്ടാണ്. സോ ഞാൻ പ്രിഫർ ചെയ്യുക 50,000 to 1 lakh വരെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഈ 1 lakh എന്നൊക്കെ പറയുമ്പോൾ 1000 euros ആണ്. ആകെ ഒരു 5-6 നോട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം മാക്സിമം കൊണ്ടുവരാൻ നേരത്ത് ചെറിയ നോട്ടായിട്ടും, അതായത് ഇപ്പം 10 യൂറോയുടെയും 1 യൂറോയുടെയും ഒക്കെ കുറച്ച് ചില്ലറായിട്ട് കൊണ്ടുവരാൻ കൂടെ ശ്രമിക്കുക. പിന്നെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് കോയിൻസും കൂടെ എടുക്കുക. കൺവേർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് എയർപോർട്ടിലൊക്കെ ചിലപ്പം ലഗേജൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ കോയിൻസ് ആവശ്യം വരും. സോ ഒരു 2 യൂറോയോ ഒരു 5 യൂറോ ഒക്കെ കോയിൻസ് ആയിട്ട് കൂടെ എടുക്കാൻ ശ്രമിക്കുക. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ജസ്റ്റ് ഇനി അടുത്തത് മെഡിസിൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അപ്പോയിൻമെന്റ്സ് കിട്ടാൻ കുറച്ച് പാടാണ്. അത് ഓരോ സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാട്ടോ. ഇപ്പം എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. സോ എന്താണെങ്കിലും എനിക്ക് ഇതുവരെ പോകേണ്ട വന്നിട്ടില്ല. അപ്പം മെഡിസിൻസ്, അത്യാവശ്യമുള്ള മെഡിസിൻസ് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന മെഡിസിൻസിൻ്റെ കൂടെ പ്രിസ്ക്രിപ്ഷൻസ് മസ്റ്റായിട്ട് കൊണ്ടുവരണം. അത് ചിലപ്പോൾ ചോദിക്കും. സോ എന്തായാലും പ്രിസ്ക്രിപ്ഷൻസ്, ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് വേണം നിങ്ങൾ എന്ന് മെഡിസിൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട്. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കുറച്ച് എടുക്കുക. നിങ്ങളിപ്പോൾ വിന്ററിലാണ് വരുന്നതെങ്കിൽ മസ്റ്റായിട്ട് കൊണ്ടുവരണം. ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ നമുക്ക് കുറച്ച് കൊണ്ടുവരുന്നത് എപ്പോഴും നന്നായിരിക്കും. വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കാം. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് മസ്റ്റാണ്. ഒരു ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ബാൻഡേഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് നമുക്കിവിടെ വരുമ്പോൾ തന്നെ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാവുക എന്നറിയില്ല. ഞാൻ നെഗറ്റീവ് പറയല്ല. ഞാൻ വന്ന ദിവസം തന്നെ ഒരു പാത്രം വീണ് എൻ്റെ മൂക്കിന് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് വീക്ക് എൻ്റെ കാലൊന്ന് സ്കിഡായി, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സോ ഇവിടെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എപ്പോഴും കയ്യിൽ കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട കുറച്ച് സാധനങ്ങൾ, അതായത് കൈ പൊള്ളുന്നതിനുള്ള ഓയിൻമെന്റ്, പിന്നെ പീരിയഡ്സിന് പെയിൻ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ മെഡിസിൻസ്, പിന്നെ പെയിൻ കില്ലേഴ്സ്, പിന്നെ നേസൽ സ്പ്രേ, സിറപ്പ്, പിന്നെ പെയിൻ കില്ലേഴ്സ് മാത്രമല്ല, പിന്നെ നമ്മുടെ ഈ വോളിനി മൂവ് പോലത്തെ ക്രീംസ്, ഓയിൻമെന്റ്സ് ഉണ്ടാവുമല്ലോ,
അതിപ്പോൾ നമ്മൾ പാർട്ട് ടൈം ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ബോഡി പെയിൻ നല്ലോണം കൂടുതലായിരിക്കും. അപ്പം അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നതിനെല്ലാം പ്രിസ്ക്രിപ്ഷൻസ് മസ്റ്റായിട്ട് കൊണ്ടുപോകണം. പിന്നെ ഉള്ളത് ഇലക്ട്രോണിക്സ്. യൂണിവേഴ്സൽ അഡാപ്റ്റർ മസ്റ്റാണ്. കാരണം നമുക്കറിയാം അത് മിസ്സായി പോയി ചെയ്ത് നമുക്ക് ഫോൺ പോലും ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. നിങ്ങൾക്ക് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു യൂണിവേഴ്സൽ അഡാപ്റ്ററും അതുപോലെ തന്നെ ഒരു എന്താ പറയുക എക്സ്റ്റൻഷൻ ബോക്സുമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അതല്ലെങ്കിൽ 2-3 കുഞ്ഞു യൂണിവേഴ്സൽ അഡാപ്റ്റേഴ്സ്. അത് അഡാപ്റ്റേഴ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ജർമ്മനിയിൽ പറ്റുന്ന ടൈപ്പ് അഡാപ്റ്റേഴ്സ് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാത്തിനെയും ചാർജേഴ്സ് എടുത്ത് വയ്ക്കുക, ലാപ്പിൻ്റെ, ഫോണിൻ്റെ, അതുപോലെ ഇയർഫോൺസ്. പിന്നെ കാൽക്കുലേറ്റേഴ്സ്. നിങ്ങളുടെ കോഴ്സ് അനുസരിച്ചാണ് കാൽക്കുലേറ്റേഴ്സ് വേണമെന്നുള്ളത്. അപ്പം എൻ്റെ കോഴ്സിന് കാൽക്കുലേറ്റർ വേണമായിരുന്നു. അപ്പം നമ്മൾ നിങ്ങളുടെ കോഴ്സിനനുസരിച്ച് ഉള്ള ഒരു കാൽക്കുലേറ്റർ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു പെൻഡ്രൈവ് എടുക്കുക. പിന്നെ ആവശ്യമുള്ളതുപോലെ ട്രിമ്മേഴ്സ്, അതൊക്കെ ആവശ്യമുള്ളതുപോലെ എടുക്കുക. പിന്നെ പവർ ബാങ്കും ഒരെണ്ണം എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. അതൊന്നും മസ്റ്റ് അല്ല, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റൗട്ടേഴ്സ്. നമ്മൾ സ്റ്റുഡൻറ് ഡോംസിലാണെങ്കിൽ കൂടി എല്ലാ റൂംസിലും വൈഫൈ എത്താൻ സാധ്യതയില്ല. സോ അപ്പം റൗട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവന്നില്ല, എനിക്കത് വേണ്ടിയിരുന്നില്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻറ് ഡോമിലേക്ക് മെയിൽ അയച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇനി അത് ഉണ്ടെങ്കിൽ അതിനൊക്കെ വിലയാണെന്ന് തോന്നുന്നു. എന്തായാലും അത് കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അയൺ ബോക്സും ഒട്ടും മസ്റ്റ് ബൈ അല്ല. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ വേണ്ടവർക്ക് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം വെയിറ്റ് കൂടുതലാണല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ കേബിൾ, ഹെയർ ഡ്രയേഴ്സ്, സ്ട്രൈറ്റ്നേഴ്സ്, ഇതൊക്കെ ആവശ്യമുള്ളതുപോലെ കൊണ്ടുവരിക. പക്ഷേ ഇതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫുഡ് ഐറ്റംസ് ഇതാട്ടോ മസ്റ്റ്. ഇതൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും നിങ്ങൾ എന്താ പറയുക, അച്ചാറുകൾ, സ്നാക്കുകൾ, ഇതൊക്കെ കൊണ്ടുവരിക. കാരണം ഇവിടെ എല്ലാ സ്നാക്സിനൊക്കെ ഭയങ്കര വിലയാണ്. മീൻസ് നമ്മുടെ സ്നാക്സ് ഒക്കെ കിട്ടാൻ തന്നെ കുറവാണ്, കിട്ടിയാൽ തന്നെ ഭയങ്കര വിലയാട്ടോ. പിന്നെ കറി പൗഡേഴ്സ്, സ്പൈസസ്, അച്ചാറ്, സ്നാക്സ്, പിന്നെ ചായപ്പൊടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് ഒരാഴ്ച നിങ്ങൾക്ക് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാനുള്ളത് കൊണ്ടുവരിക. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ പരിചയപ്പെടാനൊക്കെ സമയമെടുക്കും. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെങ്കിലും ഒരാഴ്ചത്തേക്കുള്ളത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ അരി ഒന്നും ഒരുപാട് കൊണ്ടുവരേണ്ട, അരിയൊക്കെ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ കടല, പരിപ്പ്, പയറ്, പുളി, കൊടുമ്പുളി ഒന്നും ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവരാം. പിന്നെ കറിവേപ്പിലൊക്കെ ഉണക്കിയത് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. അതൊക്കെ വേണമെന്നുള്ളവർക്ക് അതിനൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല വില കേട്ടോ. പിന്നെ അതൊന്നും ഒരു മസ്റ്റ് അല്ല. പിന്നെ നെയ്യ് ഇവിടെ നല്ല വിലയാണ്. സോ നെയ്യ് വേണ്ടവർ കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫീസ്, ബൂസ്റ്റ്, ഹോർലിക്സ്, അതൊക്കെ വേണ്ടവർ സാഷീസ് ആയിട്ട് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ഇതൊന്നും ഒരു മസ്റ്റ് ബൈ അല്ല. ഞാൻ വീണ്ടും പറയുന്നത് ഇതൊന്നും മസ്റ്റ് അല്ല. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതിനൊക്കെ എന്താ പറയുക റീഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് യൂട്ടൻസിൽസ് ഞാൻ പറയും ഇവിടെ അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട്. ടെഡി, അതുപോലെ എന്താ പറയുക, അങ്ങനെ ഉൾവോർത്ത്, അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ, ആക്ഷൻ. അപ്പം ഇവിടുന്നൊക്കെ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ നമ്മൾ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാഴ്ച സസ്റ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് യൂട്ടൻസിൽസ് എന്തായാലും മസ്റ്റായിട്ട് കൊണ്ടുവരിക. ഒരു കുക്കർ മസ്റ്റാണ്. പിന്നെ കുക്കർ, പാന്, തവ, അതൊക്കെയാണ് വേണ്ടത്. പിന്നെ പീലർ, സ്പൂണ്, ചട്ടുകം, അരിപ്പ, കട്ടിംഗ് ബോർഡ്, മിക്സറൊന്നും മസ്റ്റ് അല്ല കേട്ടോ. ഫ്ലാസ്ക്, ചിരട്ടപ്പുട്ട്. ഓക്കെ, ഞാൻ സജസ്റ്റ് ആണ് ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു പുട്ടുകുറ്റി ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. പിന്നെ ഒരു കുക്കർ, ഇത് രണ്ടുമാണ് മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ കുക്കറൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര കുഞ്ഞത് കൊണ്ടുവരാതിരിക്കുക. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് ഒന്നിച്ച് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് കൊള്ളുന്ന കുക്കർ എന്ന് വെച്ചാൽ വലിയതല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് അനുസരിച്ച് വാങ്ങിക്കുക. സോ കുക്കറും പിന്നെ ചിരട്ടപ്പുട്ടുകുറ്റി, പിന്നെ ഇത്രയും കേട്ടോ മസ്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ഇനി അടുത്തത് ക്ലോത്തിങ്ങിൽ ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല. ഒരുപാട് ഡ്രസ്സ് വാരി വലിച്ച് കൊണ്ടുവരരുത്. കാരണം നമുക്ക് വെയിറ്റ് വളരെ കുറവാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഒരാഴ്ച കുറച്ച് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ മാത്രം കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ വിൻ്ററിലാണെങ്കിൽ ഡ്രസ്സ് ആരും കാണില്ല. മീൻസ് പുറത്ത് നമ്മൾ ആ ഹുഡി അല്ലെങ്കിൽ ഇത് ഇടുമല്ലോ. സോ നിങ്ങൾ വിൻ്ററിലാണ് വരുന്നതെങ്കിൽ തെർമൽസ്, അതുപോലെ സ്വെറ്റ് ഷർട്ട്സ്, ജാക്കറ്റ്സ്, അങ്ങനത്തെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വിൻ്ററിലാണ് വരുന്നത്. ഞാനിപ്പോൾ വന്നത് സമ്മറിലാണെങ്കിൽ കൂടി ഞാൻ ഒരു നോർമൽ ജാക്കറ്റ് ഇട്ടിട്ടാണ് വന്നത്, ഇവിടുന്ന് വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ
എനിക്കിവിടെ ഇറങ്ങി എൻ്റെ റൂമിലോട്ട് എത്തുന്ന ആ ഒരു ടൈം പോലും ആ ഒരു ജാക്കറ്റ് വെച്ച് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുക ഒരു എന്താ പറയുക, ഒരു ജാക്കറ്റ് നല്ലത് വാങ്ങിച്ചുകൊണ്ട് വരിക. ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. അതായത് നാട്ടിലേക്കാളും വില കുറഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടും. അത് മാത്രമല്ല നാട്ടിലത്തെ നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് അത്രയും എന്താ പറയുക, അത്രയും ക്വാളിറ്റി കിട്ടിയെന്ന് വരില്ല, അത്രയും തണുപ്പ് അതിന് ഇതാക്കാൻ പറ്റുന്ന വരില്ല. സോ ഒരെണ്ണം നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരെണ്ണം കൊണ്ടുവരിക, ബാക്കി നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ, വാച്ച്, ബെൽറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആരോ പറഞ്ഞതുപോലെ കംഫർട്ട് ഫുഡ്, നിങ്ങളുടെ കംഫർട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് മാത്രം വരിക. ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും നമ്മൾ ഭയങ്കര ടയേർഡായി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ അത് പഠിച്ചിട്ട് വരിക. ഇനി ടോയ്ലറ്ററീസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ടൂത്ത് പേസ്റ്റ്, വാഷിംഗ് പൗഡർ, ഷാംപൂ. പിന്നെ നിങ്ങൾ സ്പെഷ്യൽ ബ്രാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ആ ബ്രാൻഡിലുള്ള ഷാംപൂസും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ വേണ്ടത് ചെറിയ ഒരു സെറ്റ് ഓഫ്, അതായത് നെയിൽ കട്ടർ, സീസേഴ്സ്, ട്രിമ്മേഴ്സ്, റേസേഴ്സ്. ഇവിടെ ത്രെഡിങ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ റേസേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. സോ അതൊക്കെ കൊണ്ടുവരിക. പിന്നെ നിങ്ങളുടെ മേക്കപ്പ് സെറ്റ്, പിന്നെ ഫെവിക്യൂക്ക് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ. ഫെവിക്യൂക്കൊക്കെ ഒന്നോ രണ്ടോ എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും. പിന്നെ സൂചി, നൂല്, അങ്ങനത്തെ ഒരു സെറ്റ് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം, മോയ്സ്ചറൈസറൊക്കെ മസ്റ്റ് ആട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇതൊന്നും ഇവിടെ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ എല്ലാം ഒരുപാട് എന്താ പറയുക ക്വാണ്ടിറ്റി കൊണ്ടുവരാതെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇവിടെ നമുക്കെല്ലാം കിട്ടും, പക്ഷെ നമ്മൾ ആ ഒന്ന് സെറ്റിൽ ആവുന്ന ടൈമിൽ നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. പിന്നെ പോർട്ടബിൾ ബൈഡർ, നമുക്കറിയാമല്ലോ ഇവിടെ ടോയ്ലറ്റിൽ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് പോർട്ടബിൾ ബൈഡർ എന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അത് നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതൊരെണ്ണം വാങ്ങിച്ചിട്ട് വരിക. പിന്നെ അതുപോലെ ഹാൻഡ് ഫ്ലഷ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ ടോയ്ലറ്റിൽ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതും പറ്റും. പക്ഷെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ക്യാരി ചെയ്യണമെങ്കിലോ പോർട്ടബിൾ ബൈഡർ അത്യാവശ്യമാണ്. സോ അതൊരെണ്ണം കൊണ്ടുവരാം. പിന്നെ സാനിറ്ററി പാർട്സ്, ഹോട്ട് ബാഗ്സ്. പീരിയഡ്സിന് ക്രാംസ് ഉള്ളവരാണെങ്കിൽ ഹോട്ട് ബാഗ്സ് എന്തായാലും കൊണ്ടുവരിക. ഒരു ഹോട്ട് ബാഗ് കൊണ്ടുവരിക. പിന്നെ വെളിച്ചെണ്ണ, നിങ്ങൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ, നിങ്ങൾ വെളിച്ചെണ്ണയൊക്കെ തേക്കുന്നവരാണെങ്കിൽ കുറച്ച് കൊണ്ടുവരിക. പിന്നെ അല്ലാതെ വെളിച്ചെണ്ണയായിട്ട് തന്നെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ എല്ലാവരും ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലൊക്കെയാണ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എണ്ണയൊക്കെ കിട്ടും, പക്ഷെ വില കൂടുതലാണ്. പിന്നെ സ്റ്റേഷനറീസ്, 1-2 ബുക്ക് മാക്സിമം കൊണ്ടുവന്നാൽ മതി. അതും കൊണ്ടുവരണമെന്നില്ല, കാരണം ഇവിടെ അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ പെന്ന്, നമ്മളെ എഴുതുന്ന പോലത്തെ നല്ല കളറുള്ള പെൻസൊക്കെ ഇവിടെ അവൈലബിലിറ്റി കുറവാണ്. ബട്ട് അതൊക്കെ യൂസ് ചെയ്യാമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ ഒരു പാക്കറ്റ് പെന്ന് കൊണ്ടുവന്നിരുന്നു കേട്ടോ, എനിക്കത് യൂസ്ഫുള്ളായി. പിന്നെ അംബ്രല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആമസോണിൽ തന്നെ ഞെക്കിയ തുറക്കുന്നതും ഞെക്കിയ അടയുന്നതുമായിട്ടുള്ള അംബ്രല്ലാസ് കിട്ടും. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് അംബ്രല്ല ആട്ടോ ഞാൻ കൊണ്ടുവന്നത്. ആ കുട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കിവിടെ വന്നിട്ട് കാറ്റ് വന്നപ്പോഴത്തേക്കും അതങ്ങോട്ട് പറന്നു പോകുന്നല്ല, അങ്ങോട്ട് മറഞ്ഞു പോവാണ്. സോ ഞാൻ സജസ്റ്റ് ചെയ്യ ഒരു കുട കൊണ്ടുവരിക. അതിനുശേഷം ഇവിടുത്തെ ഇപ്പം ഞാൻ പറഞ്ഞ ടൈപ്പ് കുട തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അത് കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു കാലൻ കുട ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഒരു ചെറിയ കുട കൊണ്ടുവരിക. പിന്നെ സ്റ്റാപ്ലർ, പിന്ന്, പിന്നെ ക്ലിപ്സ്, സ്റ്റിക്കി നോട്ട്സ് അതൊക്കെ കൊണ്ടുവരിക. അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കുറച്ച് ഷോപ്സ് ഉണ്ട്. ഉൾവോർത്ത്, ആക്ഷൻ, ടെഡി, ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും. എനിക്ക് തോന്നുന്നുണ്ട് ചില സാധനങ്ങൾക്കൊക്കെ നാട്ടിലേക്കാളും റേറ്റ് കുറവാണ് ഇവിടെ ഞാൻ ഈ ഷോപ്സിൽ കണ്ടിരിക്കുന്നത്. പിന്നെ ടെമു എന്ന് പറഞ്ഞ ആപ്പും ഉണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ എന്തായാലും കൊണ്ടുവരേണ്ടത്. ഞാനൊന്നും മിസ്സായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നപ്പം ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങളിപ്പം ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്തു, ഓവർ വെയിറ്റ് ആയി കഴിയുമ്പം നിങ്ങൾ കുറേ സാധനം മാറ്റാൻ, ഒബ്വിയസ്ലി അത് അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടാകും. അപ്പം അങ്ങനെ മാറ്റാൻ നോക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഞാൻ ഈ പറഞ്ഞതിൽ ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. അതായത് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ പറഞ്ഞ ഉൾവോർത്ത്, ആക്ഷൻ, ടെഡി പോലുള്ള ഷോപ്സിൽ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. സോ അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം
ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തിനെങ്കിലും കുറിച്ചൊക്കെ അറിയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എനിക്കറിയാവുന്നതാണെങ്കിൽ ചെയ്തിടാം. സോ ഇങ്ങോട്ട് വരാൻ തയ്യാറായിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ജേർണി.